കല്യാണ കച്ചേരി. കിരണിനെ മറക്കുകയെന്നത് ഇത്ര എളുപ്പം സാധ്യമാകുന്ന ഒരു കാര്യമായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് ഭൂമി ഇരിക്കുകയാണ്. കാരണം കാർത്തിക് സാറ് തൻ്റെ മനസ്സിൽ കയറിക്കൂടിയെന്നുള്ള ഒരു സത്യം പലപ്പോഴും അവളുടെ ഉള്ളിൽ തല പൊന്തിച്ച് കാണിക്കുന്നുണ്ട്. ആ ആലോചനകളിൽ മുഴുകിയിരുന്നത് കൊണ്ട് അടുത്ത ക്ലാസ് വന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. സുമയ്യ അവളെ തട്ടി വിളിക്കാൻ പോയപ്പോഴേക്കും ക്ലാസ്സിലേക്ക് വന്ന ദേവ്സാറ് സുമയ്യയെ കൈകൊണ്ട് വിലക്കി. ദേവ്സാറിൻ്റെ അവരായിരുന്നു അത്. കാർത്തിക്കിനെ പോലെ തന്നെ നന്നേ ചെറുപ്പമായ കാണാൻ സുന്ദരനായ ദേവ്സാറിന് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ദേവ് പതിയെ ഭൂമിക്കടുത്തേക്ക് വന്നു. അവൾ കൈവച്ചിരിക്കുന്ന ഡെസ്ക് ശക്തിയായി ഒന്ന് തട്ടിയതും ഭൂമി ഞെട്ടി എണീറ്റു. ക്ലാസ് ഒന്നാകെ ചിരിച്ചു. എന്താ ഭൂമി, സ്വപ്നം കാണാൻ വേറെ എവിടെയും സ്ഥലം കിട്ടിയില്ല ഇയാൾക്ക്? എൻ്റെ ക്ലാസ് മാത്രമേ കിട്ടിയുള്ളൂ. ചെറിയൊരു തമാശയായിട്ടാണ് ദേവത് ചോദിച്ചതെങ്കിലും ഭൂമിയുടെ മിഴികൾ പെട്ടെന്ന് നിറഞ്ഞുപോയി. സർ, സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല സാർ വന്നത്. ഇടറിയ ശബ്ദത്തിൽ ഭൂമി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പക്ഷെ ഭൂമി ഇതൊരു തമാശയായി കാണുമെന്ന് കരുതിയ ദേവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഭൂമി കരയുമെന്ന് അവനും വിചാരിച്ചിരുന്നില്ല. കുട്ടികളോട് നല്ല ഫ്രണ്ട്ലിയായ സാറാണ് ദേവ്. കാർത്തിക്കിനെ പോലത്തെ മസിലിപ്പിടുത്തമൊന്നുമില്ലാത്ത വളരെ കൂളായ സാറ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്കേറെ ഇഷ്ടം കട്ടക്കലിപ്പൻ കാർത്തിക് സാറിനെയാണ്. ആ സമയം തന്നെയാണ് അതുവഴി മറ്റൊരു ക്ലാസ്സിലേക്ക് പോകാറുന്ന കാർത്തിക് ആ രംഗങ്ങളെല്ലാം വാതിൽക്കൽ നിന്നുകൊണ്ട് കാണുന്നത്. ദേവ് നടന്ന് കാർത്തിക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് മെല്ലെ ശബ്ദം കുറിച്ച് പറഞ്ഞു, കാർത്തിക് സർ, ഭൂമി ആളൊരു തൊട്ടാവാടിയാണല്ലോ. ക്ലാസ്സിലെന്തോ ആലോചിച്ച് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. അപ്പോഴേക്കും ആൾ കരഞ്ഞു. എനിക്കും അത് കണ്ടപ്പോൾ ആകെ സങ്കടമായി. ഭൂമിയെ രൂക്ഷമായി ഒന്ന് നോക്കി ദേവിനെ അത്ര സുഖകരമല്ലാത്ത ഒരു ചിരിയും നൽകി. കാർത്തിക് അവനെ കടന്നുപോയി. ഓരോ ക്ലാസ്സുകളും എങ്ങനെയൊക്കെയോ തള്ളി നീക്കുവാണ് ഭൂമി. അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത മനസ്സിൽ വന്ന് നിറയും പോലെ തോന്നി. എങ്ങനെയൊക്കെയോ വൈകുന്നേരം വരെ കടിച്ചു പിടിച്ചാണ് അവൾ ക്ലാസ്സിലിരുന്നത്. ലാസ്റ്റ് അവർ ഫ്രീ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. സുമയെയും ഭൂമിയോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നീ വൈകിട്ട് എങ്ങനെയാണ് ഭൂമി വീട്ടിലേക്ക് പോകുന്നത്? ഞാൻ രാവിലെ വന്ന് സാറിൻ്റെ കൂടെയാ. വൈകിട്ടും സാറിൻ്റെ കൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. സാറിന് നിന്നെ ഒപ്പം കൊണ്ടുവരുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അത് നല്ല ചോദ്യമായി. ഇന്ന് തന്നെ സാറിനെ കൂട്ടാണ്ട് തനിയെ പോകാനിരുന്നതാ. അപ്പോഴാ സാറിൻ്റെ അമ്മ സാറിൻ്റെ കാറിൻ്റെ മുമ്പിൽ വന്ന് വണ്ടി തടഞ്ഞു നിർത്തി എന്നെ കൂടി കോളേജിൽ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് സാറിനെ ഒപ്പം കൊണ്ടുവരാൻ തയ്യാറായത്. നിനക്ക് വിഷമമുണ്ടോ ഭൂമി? വിഷമമില്ലെന്ന് പറഞ്ഞാൽ അതൊരു കള്ളമായി പോകും. ഞാനും സാറും ഇക്കാര്യത്തിൽ നിരപരാധികളാണ്. ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് കുറച്ചെങ്കിലും സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സാറിനെ സംബന്ധിച്ച് അത്രയും പറഞ്ഞ് പാതി വഴി നിർത്തി എന്തോ ആലോചനയിലിരുന്നു ഭൂമി. സുമയ്ക്കും തോന്നി അവൾ എന്തോ പറയാൻ വന്നിട്ട് പറയാതെ ബാക്കി വെച്ച് നിർത്തിയതാണെന്ന്. പക്ഷെ അതേക്കുറിച്ച് കൂടുതലൊന്നും ഭൂമിയോട് ചോദിച്ച് അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ സുമയ്യ ഒരുക്കമായിരുന്നില്ല. നീ ആ വീട്ടിൽ ഓക്കെ അല്ലേ? അത് പറ. ഓക്കെ അല്ലേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാവരും എന്നോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ നന്നായി പോകുന്നുണ്ട്. വീട്ടുകാർക്ക് സന്തോഷമുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് ഉത്തരവില്ലടാ. എന്താണ് പറയേണ്ടതെന്ന് പോലും ആ പാവം കുട്ടിക്ക് അറിയില്ല. എല്ലാം കലങ്ങിത്തെളിയും. ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെയല്ലേ പറയാൻ പറ്റൂ. സുമയ്യ പറഞ്ഞതിന് മറുപടിയായി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് താടിക്ക് കൈകൊടുത്ത് ഭൂമിയിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം ഭൂമിയും സുമയ്യയും പാർക്കിങ്ങിലേക്ക് നടന്നു. സുമയ്ക്ക് സ്കൂട്ടിയുണ്ട്. അപ്പോഴാണ് കാർത്തിക് കാറിനടുത്തേക്ക് പോകുന്നത് ഭൂമി കണ്ടത്. സുമി, ഞാൻ പോവാ. സാർ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ദേഷ്യം. ഓക്കേടി, നീ പോയിട്ട് വാ, നാളെ കാണാം. സുമയോട് യാത്ര പറഞ്ഞ് ഭൂമി അവിടേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച. കാർത്തിക്കിൻ്റെ കാറിൽ മുൻസീറ്റിൽ തന്നെ അനുപമയുണ്ട്. പെട്ടെന്ന്
അവരെ രണ്ടുപേരെ ഒന്നിച്ചു കണ്ടപ്പോൾ ഭൂമിക്ക് താൻ അവർക്കിടയിൽ ഒരു അധികപ്പറ്റാണെന്ന് തോന്നിപ്പോയി. ഭൂമിയെ എന്തു പറഞ്ഞ് ഒഴിവാക്കുമെന്ന് കാർത്തിക് ഒരു നിമിഷം ആലോചിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ അനുപമ സംസാരിച്ചു തുടങ്ങി. ഭൂമി, ഇന്നൊരു ദിവസം ബസ്സിൽ പോകൂ. ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതുമാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായി സംസാരിക്കാനും ഉണ്ട്. പെട്ടെന്ന് ഭൂമിയുടെ മുഖം വല്ലാതായി. അവളൊരു തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ കാർത്തിയെ നോക്കി. സോറി സർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അനുപമ അങ്ങനെ ഭൂമിയോട് പറഞ്ഞത് കാർത്തിക്കിന് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാരണമറിയാത്തൊരു ഇഷ്ടക്കേട് നിമി നേരം കൊണ്ട് അവനെ ബാധിച്ചു. കാറിലിരുന്നു കൊണ്ട് തന്നെ കാർത്തിക് കണ്ടു, മുഖം കുനിച്ച് ആരെയും നോക്കാതെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന ഭൂമിയെ. അവന് അന്ന് ആദ്യമായിട്ട് അവളോട് വല്ലാത്തൊരു അലിവ് തോന്നിപ്പോയി. സമയം അല്പം കഴിഞ്ഞിട്ടും വണ്ടി എടുക്കാതെ ഭൂമിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാർത്തിക്കിനെ അനുപമ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കി. പക്ഷേ കാർത്തി അത് കണ്ടിരുന്നില്ല. ഭൂമിയോട് നീ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലനു. ആ കുട്ടി എന്ത് വിചാരിച്ചു കാണും? അവൾ എന്ത് വിചാരിക്കാനാ? കൂടിപ്പോയാൽ അവൾ വിചാരിച്ചു കാണും നമ്മൾ തമ്മിൽ ഇഷ്ടമായിരിക്കുമെന്ന്. അങ്ങനെ വിചാരിച്ചാൽ തന്നെ അവളെ തെറ്റു പറയാൻ പറ്റുമോ? അതല്ലേ സത്യം. അതിനിടയ്ക്ക് പിന്നെ ഇങ്ങനൊരു കല്യാണം നടന്നെന്ന് വെച്ച് എന്നെ മറന്ന് നിനക്ക് അവളെ അംഗീകരിക്കാൻ പറ്റുമോ? ഒരു നിമിഷം കാർത്തി ഉത്തരവില്ലാണ്ടിരുന്നു. സ്റ്റോപ്പിൽ നിൽക്കുന്ന ഭൂമിയുടെ മുൻപിലൂടെയാണ് അവരുടെ കാർ കടന്നുപോയത്. അപ്പോഴും കാർത്തിക്കിൻ്റെ നോട്ടം ഭൂമിയിലേക്ക് പാളി വീണു. അവൾ മുഖം കുനിച്ച് തല ഉയർത്താതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാർത്തിക്കിൻ്റെ കാറ് അവരെ കടന്നു പോയ ശേഷമാണ് ഭൂമി പിന്നെ മുഖം ഉയർത്തിയത്. കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അവൾക്ക്. കണ്ണ് നിറഞ്ഞു വന്നിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയാതെ അവളുടെ കാഴ്ച മങ്ങിപ്പോയി. വീടിനടുത്തുള്ള ഒരു ബസ് തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പോലും ഭൂമി ഓർത്തത്. പരിസരം പോലും നോക്കാതെ അവൾ തലക്കിട്ട് കൈകൊണ്ടൊരു കൊട്ടു കൊടുത്തു. രാവിലെ തിരക്കിട്ട് പോകാൻ ഇറങ്ങിയത് കൊണ്ട് തന്നെ ചാർജിൽ വെച്ചിരുന്ന ബോണും എടുക്കാൻ മറന്നുപോയി. സുമയും പോയി. ഇല്ലെങ്കിൽ അവളോടെങ്കിലും കുറച്ച് പൈസ ചോദിക്കായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവിടെ നിന്നുപോയി അവൾ. പെട്ടെന്നാണ് ദേവിൻ്റെ കാറ് അവൾക്ക് മുമ്പിലേക്ക് വന്ന് നിന്നത്. കരഞ്ഞ് തളർന്ന് വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്ന ഭൂമിയെ ദേവ് ഒരു സംശയത്തോടെ നോക്കി. ഒരു ബസ് വന്ന് പോയതുകൊണ്ട് തന്നെ ആ ബസ് സ്റ്റോപ്പിൽ ഭൂമിയല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല. എന്താ ഭൂമി, ബസ് വന്നിട്ടും കയറിപ്പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഒന്നുമില്ല സർ. പിന്നെ താനെന്താ കാർത്തിക്കിൻ്റെ കൂടെ പോകാഞ്ഞത്? അത് കാർത്തിക് സാറിനും അനുപമ മിസ്സിനും കൂടി എവിടെയൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബസ്സിൽ പോയിക്കോളാൻ. പെട്ടെന്നാണ് അത് പറഞ്ഞതിന് ശേഷമാണ് ഭൂമിയും അബദ്ധം പറ്റിയതുപോലെ ദേവിനെ നോക്കിയത്. അവനൊന്നും മനസ്സിലാകാത്തതുപോലെ ഭൂമിയെ നോക്കി. ഞാൻ ഞാൻ പൊയ്ക്കോളാം സാറ്, പൊയ്ക്കോളൂ. ഭൂമി വിക്കി വിക്കി പറയുകയാണ്. അതെന്തിനാണ് ഞാൻ പോകുന്നത്? ഭൂമി ആദ്യം ബസ്സിൽ കയറി പോകൂ. ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ അധികം നേരം നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോഴേക്കും മറ്റൊരു ബസ് കൂടി അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തി. അല്പസമയം കഴിഞ്ഞിട്ടും ഭൂമി അതിൽ കയറുന്നില്ലെന്ന് കണ്ടതും ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തു. ബസ് പോകാനായിട്ട് എടുക്കുന്നു, വേഗം പോയി അതിൽ കയറുകൂട്ടി. മുൻപോട്ടെടുത്ത ബസ്സിൻ്റെ സൈഡിൽ തട്ടി ദേവ് വണ്ടി നിർത്തിച്ചു. പിന്നോട്ട് നോക്കിയ കണ്ടക്ടറിനോട് ഒരാളും കൂടി വരാനുണ്ടെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവർ ഭൂമിയാണ് കാത്തു നിൽക്കുന്നത്, വേഗം ചെന്ന് കയറ്. സർ, നന്നേ ഇടറിപ്പോയ ഭൂമിയുടെ ശബ്ദം. എന്താടോ, തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? സർ, എനിക്കൊരു 10 രൂപ തരാമോ? എൻ്റെ കയ്യിൽ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലിയില്ല. മുഖം കുനിച്ചു വെച്ച് ദേവിനെ നോക്കാതെയാണ് ഭൂമി അത് ചോദിച്ചത്. താഴ്ത്തിപ്പിടിച്ച് അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർത്തുള്ളികൾ ഇറ്റിറ്റ് താഴേക്ക് വീണു. ദേവിന് സത്യം പറഞ്ഞാൽ നെഞ്ചു വിങ്ങിപ്പോയി ഭൂമിയുടെ ആ നിൽപ്പ് കണ്ടിട്ട്. കോളേജിൽ ജോയിൻ ചെയ്ത ആദ്യ സമയത്ത് തന്നെ കണ്ണിലുടക്കിയ ഒരു പാവം പെൺകുട്ടിയാണിവൾ. എപ്പോഴും ക്ലാസ്സിൽ പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു പെണ്ണ്. അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകരുടെയും ശ്രദ്ധ ആദ്യം അവളിലേക്ക് പോകും. സംശയങ്ങൾ ചോദിക്കാനാണെങ്കിലും തമാശ പറയാനാണെങ്കിലും എല്ലാത്തിനും ആ ക്ലാസ്സിൽ അവളായിരുന്നു മുൻപിൽ. എപ്പോഴൊക്കെ അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എപ്പോഴാണ് മനസ്സിലൊരു കുഞ്ഞു പ്രണയം മുട്ടിട്ടതെന്ന് മാത്രം അവന് ഓർമ്മയുണ്ടായിരുന്നില്ല.
പിന്നെ പിന്നെ ഭൂമിയെ ഫേസ് ചെയ്യാതിരിക്കാൻ ദേവ് ശ്രമിച്ചു. കാരണം തൻ്റെ ഉള്ളിലെ പ്രണയം അവൾ കണ്ടെത്തിയാലോ എന്ന് ദേവ് ഭയന്നു. പിന്നീടാണ് ഇടുത്തി പോലെ ഭൂമി വിവാഹം കഴിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഭൂമിക്ക് കോളേജിൽ ലീവ് വേണമെന്നുള്ള വാർത്ത അറിയുന്നത്. നല്ല വിഷമം തോന്നിയിരുന്നു. ദേവിന് അച്ഛനില്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ ഭൂമിയുടെ അച്ഛനെ കണ്ട് ദേവുമായിട്ടുള്ള ഭൂമിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ഒരു സംസാരം വരെ ഉണ്ടായി. പക്ഷെ ഇതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഇട്ടുമൂടാൻ സ്വത്തും പണവും എല്ലാമുള്ള തറവാടാണ് ദേവിൻ്റേത്. പക്ഷേ ഭൂമിയുടെ അച്ഛൻ അതൊന്നും അറിയില്ലായിരുന്നു എന്ന് മാത്രം. അന്നേരം കൊണ്ട് തന്നെ സുഭദ്ര ഭൂമിയുടെ അനിയത്തിയുടെ അസുഖത്തിനുള്ള ചികിത്സയ്ക്കുള്ള പണമെല്ലാം നൽകി. അതുകൊണ്ട് തന്നെ ഭൂമിയെ പിന്നീട് മറ്റൊരാൾക്ക് നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടെ ആയില്ല ഉണ്ണികൃഷ്ണന്. ഭൂമി പോലും അറിയാതെ പൊലിഞ്ഞു പോയ ഇഷ്ടമായിരുന്നു ദേവിന് അവളോടുള്ളത്. വണ്ടിക്കാശിന് പോലും ഒരു രൂപ കയ്യിലെടുക്കാനില്ലാതെ അവൾ ബസ് സ്റ്റോപ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കണ്ടതും ദേവിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ. ബസ്സുകാരോട് പൊയ്ക്കോളാനവൻ കൈകൊണ്ട് കാണിച്ചു. ഭൂമി, എൻ്റെ കൂടെ വന്നോളൂ, വീട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കാർത്തിക് സാറിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് കോളേജിലുള്ള മറ്റ് അധ്യാപകരെല്ലാവരും ഇൻവൈറ്റ് ചെയ്തപ്പോൾ ദേവും ഒരിക്കലവൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തിക്കിൻ്റെ വീട് ദേവിനെ അറിയാമായിരുന്നു. സർ, വേണ്ട സർ, ഞാൻ തനിയെ പോയിക്കോളാം. പറ്റുമെങ്കിൽ സാർ എനിക്കൊരു 10 രൂപ തന്നാൽ മതി, പ്ലീസ്. അത് ചോദിക്കുമ്പോൾ ഭൂമിയുടെ ശബ്ദം വീണ്ടും ഇടറി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നത്. സാമ്പത്തികമായി എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ ബസ്സിനുള്ള പൈസയൊക്കെ കൃത്യമായി കൊടുക്കുമായിരുന്നു. ഭൂമിക്ക് ആ സമയം സ്വന്തം അച്ഛനെ ഓർമ്മ വന്നു. സമയം ഒരുപാടായി ഭൂമി. 2 ബസ് അടുപ്പിച്ചടുപ്പിച്ച് പോയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ബസ് വരാൻ ചിലപ്പോൾ ലേറ്റാകും. ഇത്രയും സമയം താൻ ഇവിടെ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്ട. അതിലും എത്രയോ നല്ലതാണ് ഞാൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. എന്തായാലും ഞാനും ആ വഴിക്കല്ലേ പോകുന്നത്. ഒടുക്കം നിവൃത്തിയില്ലാതെ ഭൂമി ദേവിൻ്റെ കാറിൽ കയറി. മുന്നോട്ടുള്ള യാത്രയിൽ ഭൂമി ഒന്നും സംസാരിച്ചില്ല. കാറിൽ കയറിയ സമയം മുതൽ അവൾ തലകുനിച്ച് തന്നെ ഇരിക്കുകയാണ്. എന്തിനെന്നറിയാതെ ദേവിന് നെഞ്ചു വിങ്ങി. ഭൂമിയാണെങ്കിൽ പൊട്ടി വന്ന കരച്ചിൽ ചീളുകളെ പുറം ലോകം കാണിക്കാതെ തൊണ്ടക്കുഴിയിൽ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. ദേവിനോട് എന്തെങ്കിലും സംസാരിച്ചാൽ അറിയാതെ കരഞ്ഞു പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. കാർത്തിക്കിൻ്റെ കാർ വീട്ടുമുറ്റത്തെത്തുമ്പോൾ അവിടെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് സുഭദ്ര നിൽപ്പുണ്ടായിരുന്നു. ഭൂമി എവിടെ? അല്പനേരം കഴിഞ്ഞിട്ടും ഭൂമി കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലെന്ന് കണ്ടതും സുഭദ്ര ചോദിച്ചു.